നമസ്കാരം. ഭരണഘടനയിൽ കേരളത്തിന്റെ ഔദ്യോഗിക നാമം കേരളമെന്ന് പുനർനാമകരണം ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ദീർഘകാലത്തെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാ തീർത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ഇപ്പോ കേരളമായപ്പോ പുതിയ കുത്തിത്തിരിപ്പുമായി തരൂരും മമതാ ബാനർജിയും പിന്നെ UDFന്റെ 41 വില്ലന്മാരുണ്ടല്ലോ, അവരുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം കേരളം ആയതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ BJPയുടെ മറുനാടൻ തെലുങ്കനും, അതായത് രാജീവ് ചന്ദ്രശേഖറും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള ബില്ലിനെ വിമർശിച്ച ശശി തരൂർ MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP എക്സിലൂടെ കൊടുത്ത മറുപടി വൈറലാണ്. പേര് മാറുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ മലയാളികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളിൽ എന്ത് മാറ്റം വരുമെന്നാണ് തരൂർ ചോദിച്ചത്. തരൂർ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്, അത് ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം ബ്രിട്ടാസിന്റെ മറുപടി കൂടി നമുക്കൊന്ന് കാണാം. എല്ലാം നല്ലതിന് തന്നെ, പക്ഷെ ഒരു ഭാഷാപരമായ ചോദ്യം അതിൽ താല്പര്യമുള്ളവരോട് എനിക്ക് ചോദിക്കാനുണ്ട്. കേരളൈറ്റ്, കേരളൻ എന്നീ വാക്കുകൾക്ക് ഇനി എന്ത് സംഭവിക്കും? കേരളത്തിൽ ജീവിക്കുന്നവരെ ഇനി എന്താണ് വിളിക്കുക? കേരളമൈറ്റ് എന്ന് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അതൊരു സൂക്ഷ്മാണുവിന്റെ പേര് പോലെയുണ്ട്. കേരളമീയൻ എന്ന് വിളിക്കാമെന്ന് വെച്ചാൽ അതേതോ അപൂർവ ധാതുവിനെ പോലെ തോന്നും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനു വേണ്ടിയും ഒരു മത്സരം നടത്തിയേക്കാം. എന്തായാലും ഇതൊക്കെ ഒരു ഇലക്ഷൻ നീക്കമാണല്ലോ എന്നാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചത്. പിന്നാലെ ഇത്തരം സൂക്ഷ്മജീവി ധാതു ഉത്കണ്ഠയിൽ നിന്ന് മാറി നിൽക്കാൻ ശശി തരൂർ MP ഉപദേശിക്കുകയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. മറ്റുള്ളവർക്കിടയിൽ മലയാളികളായും മല്ലുകളായും തങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് കേരളത്തിൽ നിന്ന് കേരളം എന്ന പദത്തിലേക്കുള്ള മൃദുവായ മാറ്റം ഒരു സ്വത്വ വംശനാശത്തിന് കാരണമാകില്ലെന്നും ചൂണ്ടിക്കാട്ടി. ജോൺ ബ്രിട്ടാസ് എക്സിൽ കുറിച്ച പോസ്റ്റിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്, അതുകൂടി ഞാനൊന്ന് വായിക്കാം. എല്ലാത്തിലും ഉപരി ആന്ധ്രയിൽ നിന്നുള്ള ഒരാൾ ഇപ്പോഴും തെലുങ്കനാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ ഇപ്പോഴും തമിഴനാണ്, പശ്ചിമ ബംഗാളിൽ നിന്നുള്ളയാൾ ഞെട്ടിപ്പിച്ചുകൊണ്ട് ബംഗാളിയായി അവശേഷിക്കുന്നു. പക്ഷേ ആരും പരിഭ്രാന്തരായില്ല. തെലുങ്കുകാരൻ എന്ന് വിളിച്ചില്ല, ട്വിറ്ററിന് തീയിട്ടതുമില്ല. ജോൺ ബ്രിട്ടാസ് പിന്നീടും എഴുതുന്നു, ഒപ്പം കേരളം എന്ന് കേൾക്കുമ്പോൾ പുതിയ പൈശാചിക നാമങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ കേരളീയൻ എന്ന് മുറുകെ പിടിക്കാൻ മടിക്കേണ്ടെന്നും ജോൺ ബ്രിട്ടാസ് ശശി തരൂരിനോട് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ പതിറ്റാണ്ടുകളായി ചെയ്യുന്നത് പോലെ മലയാളി മല്ലുവുമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാരണം ഒരാളുടെ ഐഡന്റിറ്റി എന്നത് ഒരു സ്പെല്ലിംഗ് ടെസ്റ്റ് അല്ലെന്നും ഡൽഹിയിൽ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഒരാൾ പുഞ്ചിരിയോടെ മല്ലൂഡ എന്ന് വിളിച്ചു പറഞ്ഞാൽ അതാണ് നിലനിൽക്കുകയെന്നും ഒക്കെയാണ് എന്തായാലും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുള്ളത്. പിന്നാലെ ശശി തരൂർ കൂട്ടിക്കേറി കേട്ടോ, ബങ്കറിനകത്ത് കയറി എന്ന് പറയാതെ വയ്യ. അപ്പോ ദാ എട്ടുകാലി മമ്മൂഞ്ഞിനെ ഓർമ്മപ്പെടുത്തി കർണാടകയിൽ നിന്ന് BJP ഇറക്കുമതി ചെയ്ത കേരളത്തിലെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് കാണുകയുണ്ടായി. അതുകൂടി ഒന്ന് വായിക്കാം. മലയാളികൾക്ക് ഇത് അഭിമാന ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നന്ദി. നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം ചരിത്രപരമാണ്. നമ്മുടെ ഭാഷാപരമായ സ്വത്വത്തെയും സാംസ്കാരിക പൈതൃകത്തെയും വീണ്ടെടുക്കുന്ന ചരിത്രപരമായ തീരുമാനമാണിത്. ഇങ്ങനെ ഒരു മാറ്റം പരിഗണിക്കണമെന്ന എന്റെ അഭ്യർത്ഥന പരിഗണിച്ച് അനുകൂല തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാരിന് നന്ദി. അതായത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ഈ ജനുവരി 26-ാം തീയതി എന്തോ ഒരു കത്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് പ്രകാരമാണ് ഇതൊക്കെ ഇപ്പൊ അംഗീകരിച്ചതെന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. എന്തോ ആവട്ടെ. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു, മലയാളികളുടെ മനസ്സറിഞ്ഞുള്ള ഒരു തീരുമാനം കൂടിയാണിത്. ഒരു വികസിത കേരളം പടുത്തുയർത്തുമ്പോൾ നമ്മുടെ തനിമയും സ്വത്വവും നാം ഒരിക്കലും വിസ്മരിക്കരുത്. നാടിന്റെ യഥാർത്ഥ പേര് വീണ്ടെടുക്കുന്നത് ആ മാറ്റത്തിലേക്കുള്ള ആദ്യപടി മാത്രമാണ്. നമ്മുടെ പൈതൃകത്തെ മുറുകെ പിടിക്കാനും മതത്തിന്റെ പേരിൽ മലയാളികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനുമുള്ള നിശ്ചയദാർഢ്യം കൂടിയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. സമ്പന്നമായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ നാളെയുടെ സാമ്പത്തിക സാധ്യതകളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പാരമ്പര്യവും പുരോഗതിയും ഒരുപോലെ ചേരുന്ന നമ്മുടെ നാടിന് കേരളം എന്ന പേര് തന്നെയാണ് ഏറ്റവും അനുയോജ്യം. അഭിമാനകരമായ ഭൂതകാലവും ആത്മവിശ്വാസമുള്ള ഭാവി സങ്കല്പങ്ങളുമായി നമുക്ക് ഒരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താമെന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇപ്പൊ കേരളത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മൂപ്പരത് എവിടെ നോക്കി എഴുതാണോ ദൈവത്തിനറിയാം. എന്തായാലും ആരും ചിരിക്കരുത്. ഇത് വല്ല മീഡിയയുടെ മുമ്പിൽ നിന്ന് ഒക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ കേരളം എന്നത് കേരളമായി മാറിയാനെ. അറിയാലോ, മൂപ്പർക്ക് കേരളം എന്നുള്ളത് വഴങ്ങില്ല, കേരളം എന്നാണ് വഴങ്ങുകയുള്ളൂ. പോട്ടെ.
അത് അങ്ങനെ ഒരു കോമഡി പീസ്. പിന്നാലെ കേരളമാക്കിയതിൽ വിമർശനവുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇന്ന് രംഗത്തെത്തി. കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വിറളി പിടിക്കുന്ന, BJP പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഹാലിളകുന്ന മമത PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ തലമൂത്ത നേതാവാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ബംഗാളി ദീദിക്ക് കേരളം ആയതിലല്ല സങ്കടം. പശ്ചിമ ബംഗാൾ എന്ന പേര് മാറ്റി ബംഗ്ല എന്നാക്കണമെന്ന വർഷങ്ങളായിട്ടുള്ള ആവശ്യം നടപ്പിലാക്കി കിട്ടാത്തതാണ്. അത് ആരുടെ കഴിവുകേടാണ്? മമതാ ബാനർജിയുടെ കഴിവുകേടാണ്. എന്നിട്ട് മമത കേരളത്തെ നോക്കി പറയുന്നു, CPM BJP ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലൊരു മാറ്റത്തിന് അംഗീകാരം ലഭിച്ചത് അത്രേ. ഹേ ബംഗാളി, സത്യത്തിൽ നിങ്ങളുടെ പ്രതികരണം പോലും നിങ്ങളുടെ പരാജയം വ്യക്തമാക്കി തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. 2011 മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തത് മുതൽ സംസ്ഥാനത്തിന്റെ പേര് ബംഗ്ല എന്നാക്കി മാറ്റും എന്ന് പറഞ്ഞാണ് ദീദി ബംഗാളികളെ മുഴുവൻ പറ്റിച്ച് വോട്ടും മേടിച്ച് അവിടെ അധികാരത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ കേരളമാക്കി മാറ്റുമ്പോൾ അങ്ങോട്ട് നോക്കിക്കേ ദീദി, ഒരു മുഖ്യമന്ത്രിയെ കണ്ടോ എന്ന് പശ്ചിമ ബംഗാളിലുള്ളവർ പറയുന്നത് സ്വാഭാവികമാണ്. പറയുന്നത് പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന പിണറായിയെ നോക്ക് ദീദി എന്ന് മമതയോട് ബംഗാളികൾ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും നമ്മുടെ ദീദി? അതിന് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് പിന്നിൽ സത്യത്തിൽ അത് BJP സന്തോഷിപ്പിക്കൽ കൂടിയല്ലേ എന്ന് ചോദിച്ചാലും തെറ്റി പറയാൻ കഴിയില്ല. അതെങ്ങനെയെന്ന് കൂടി പറയാം. ഒരു വിധത്തിൽ നോക്കിയാൽ ഇന്ത്യ മുന്നണിയിലെ BJP സംഘപരിവാറിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണിയാണ് LDF എന്നുള്ള കാര്യത്തിൽ ഒരു നമുക്ക് തർക്കവുമില്ല. അങ്ങനെ ഒരു മുന്നണിയെ, അങ്ങനെ LDF എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിച്ച് ആ ഇന്ത്യ മുന്നണിയുടെ ഐക്യം തകർത്ത് BJPയെ സന്തോഷിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് ഈ പ്രതികരണത്തിലൂടെ മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. മമതയുടെ പ്രതികരണം വാർത്തയാകുമ്പോൾ ഈ നേട്ടം കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണ്, മോദിയുടെ നേട്ടമാണെന്ന് മമത പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് സൂക്ഷ്മമായിട്ട് നമ്മളൊന്ന് ഇങ്ങനെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് BJPയെ സുഖിപ്പിക്കാനുള്ള മമതയുടെ സൈക്കോളജിക്കൽ നീക്കമായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ആരാണ് പിണറായി വിജയൻ എന്നും എന്താണ് കേരളമെന്നും ഇവിടെ പണിയെടുക്കാൻ വരുന്ന ബംഗാളികളോട് ഒരു പക്ഷേ മമതാ ബാനർജി ചോദിച്ചിരുന്നുവെങ്കിൽ ഇത്രയൊന്നും പറയില്ലായിരുന്നു. മമതയെ ബംഗാളികൾ കണ്ടം വഴി ഓടിച്ചാണ്. സംഘപരിവാറിന്റെ പേടി സ്വപ്നമായ പിണറായിയോട് കളിക്കാൻ ഇറങ്ങുമ്പോൾ മിനിമം മൂപ്പർ ആരാണെന്നെങ്കിലും എന്താണ് മൂപ്പരുടെ പാസ്റ്റ് എന്നും ഒക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരുന്നു. അങ്ങനെ സ്റ്റഡി ചെയ്യേണ്ട ബംഗാളി ദീദീജി എന്ന് ചോദിച്ചു പോവുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും ചർച്ചാ വിഷയമാകുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദീർഘകാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് ശേഷം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ഒരു പതിറ്റാണ്ടിലേറെ ആയിരിക്കുകയാണ്. എന്നാൽ വികസന വാഗ്ദാനങ്ങൾക്കിപ്പുറം നിരവധി മേഖലകളിൽ സർക്കാർ വലിയ പരാജയങ്ങൾ നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. സമീപകാലത്ത് ബംഗാൾ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് വിവിധ അഴിമതി കേസുകളാണ്. അധ്യാപക നിയമന അഴിമതികൾ, റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ, അങ്ങനെ പോകുന്നു ദീദിയുടെ സർക്കാരിന്റെ കലാപരിപാടികൾ. പുതിയ വൻകിട വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളം എവിടെയാണ് നിൽക്കുന്നത്? അഴിമതിയില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത്, വ്യവസായ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും നമ്മൾ ഒന്നാമതാണ്. ഇനി യുവാക്കൾ തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന കാഴ്ച അത് തുടർക്കഥയാണല്ലോ. ബംഗാളിൽ നിന്ന് എത്രയധികം ആളുകളാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. മാമാ മാതി മാനുഷ്, അതായത് അമ്മ മണ്ണ് മനുഷ്യൻ എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ വന്ന സർക്കാരിന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിൽ എന്താണ് സംഭവിച്ചത്? വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത്? RG കാർ മെഡിക്കൽ കോളേജ് സംഭവം ഇതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമല്ലേ? ക്രമസമാധാന നില ഏറ്റവും മോശമായ ഒരു സംസ്ഥാനം കൂടിയാണ് ഈ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അഴിമതിയും അക്രമ രാഷ്ട്രീയവും കൊണ്ട് പൊതിഞ്ഞെടുത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെ നോക്കി ഇതെങ്ങനെ കൊഞ്ഞനം കുത്തുന്നത്. അഴിമതിരഹിതമായ ക്രമസമാധാന പാലനത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംഘപരിവാർ ഗൂണ്ടകൾക്ക് മുമ്പിൽ നടുകുനിക്കാത്ത, മുട്ടുമടക്കാത്ത പിണറായി വിജയനെ നോക്കി ഈ ഡീലിനൊക്കെ പിന്നിൽ അവർ തമ്മിലുള്ള ഇരിപ്പോശമാണെന്നൊക്കെ പറയുമ്പോൾ മമതാ ബാനർജി, നിങ്ങൾ ട്രോളന്മാര് പൊക്കാത്ത നോക്കിക്കോ. നിലാവിനെ നോക്കി കുരയ്ക്കുന്ന ഒരു പട്ടിയുടെ കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ ദീദിജി? ഇല്ലെങ്കിൽ അതൊന്ന് കേട്ടു നോക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.